ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കാനല ലേണിംഗ്സ്. ഐ മുഹമ്മദ് അനസ്. അപ്പോൾ നമ്മളിപ്പോൾ റിവിഷനാണ് തുടങ്ങുന്നത്. അതായത് രണ്ടാമത്തെ ചാപ്റ്ററുള്ള സർക്കിൾസിൻ്റെ റിവിഷനിലോട്ടാണ് നമുക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ കുറച്ച് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് അതൊന്ന് ഈസി ആക്കി എടുക്കാം. ടെൻഷൻ ആവേണ്ട, എക്സാം ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ. അപ്പോൾ നമുക്ക് നേരെ റിവിഷനിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് എന്താണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അതായത് ഒരു സെമി സർക്കിൾ വരുന്ന ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരച്ചു, ആ സർക്കിളിൻ്റെ ഡയാമീറ്റർ ഓക്കെ, ഒരു സർക്കിൾ വരച്ചു, അതിൻ്റെ ഡയാമീറ്ററിൻ്റെ രണ്ട് എൻഡിൽ നിന്ന് വരക്കുന്ന ലൈൻസ് മീറ്റ് ചെയ്യുന്നത് സർക്കിളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു ഡയാമീറ്ററിന് രണ്ട് എൻഡിൽ നിന്ന് വരക്കുന്ന ലൈൻസ് മീറ്റ് ചെയ്യുന്നത് സർക്കിളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ഇനി അടുത്തത് പറയുന്നത്, നമ്മൾ ഇതുപോലെ തന്നെ ഈ ഡയാമീറ്ററിന് രണ്ട് എൻഡിൽ നിന്നും വരക്കുന്ന ലൈൻസ് മീറ്റ് ചെയ്യുന്നത് സർക്കിളിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇനി ഈ ലൈൻസ്, അതായത് ഡയമീറ്ററിന് രണ്ട് എൻഡിൽ വരുന്ന ഈ ലൈൻസ് മീറ്റ് ചെയ്യുന്നത് സർക്കിളാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ 90 ഡിഗ്രി ആയിരിക്കും. ദെൻ സർക്കിളിന് പുറത്താണെങ്കിലോ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. സർക്കിളിന് പുറത്താണെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ആ കാര്യം ക്ലിയർ ആക്കി വെക്കുക. ദെൻ അടുത്തത് പറയുന്നത് നമ്മൾ കോഡിൻ്റെ കേസ് പറയുകയാണ്. അപ്പോൾ ഒരു കോഡാണെന്നുണ്ടെങ്കിൽ ആ കോഡ് സർക്കിളോട്ട് ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസും, അതായത് ഒരേ സൈഡിലോട്ട് കേട്ടോ. ഇപ്പോൾ മേലോട്ടാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്താണ്? മേലോട്ട് ഫോം ചെയ്യുന്ന എല്ലാ ഈ ഒരു ആംഗിൾസും സർക്കിളോട്ട് ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു 60 ഡിഗ്രി ആണ് വിചാരിച്ചോ, എങ്കിൽ ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇതും 60 ഡിഗ്രി ആയിരിക്കും. അതായത് ആൾ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ആർ ഈക്വൽ. എല്ലാ സൈഡിലോട്ട് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു കോഡ് ഒരു സർക്കിളിൻ്റെ എല്ലാ സൈഡിലോട്ടും, അതായത് ഒരു കോഡ് ഒരു സർക്കിളിൻ്റെ ഒരേ സൈഡിലോട്ട് ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്തത് പറയുന്നത് എ ബി എന്നുള്ളൊരു കോഡ് വന്നിട്ടുണ്ട്. ഈ കോഡ് സർക്കിളിൻ്റെ സെൻട്രലിലോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ, അതായത് സെൻട്രൽ ആംഗിൾ എത്രയാണ്? സി ആണ് വിചാരിച്ചോ. എ ബി എന്നുള്ള കോഡ് സർക്കിളിൻ്റെ സെൻട്രലിലോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ സി ആണ് എന്നുണ്ടെങ്കിൽ ആ കോഡ് തന്നെ സർക്കിളിലോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. എങ്ങനെ? ഒരു കോഡ് സർക്കിളിൻ്റെ സെൻട്രലിലോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ സി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്കിളിലോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ, അതായത് ഈ കോഡ് സർക്കിളിലോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ 120 ഡിഗ്രിയാണ് വിചാരിച്ചോ. എ ബി എന്നുള്ള കോഡ് സർക്കിളോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ് വിചാരിച്ചോ. എങ്കിൽ ഈ എ ബി എന്നുള്ള കോഡ് തന്നെ സർക്കിളോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതേ കോഡ് തന്നെ സർക്കിളിൻ്റെ മറ്റേ സൈഡിലോട്ട്, അതായത് ഓരോ സൈഡിലോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് C/2. 180 മൈനസ് C/2, അതായത് 180 മൈനസ് 60 എന്ത് വരും? 120 വരും. അതായത് ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. ഒരു കോഡ് സർക്കിളിൻ്റെ രണ്ട് സൈഡിലോട്ട് ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾ ഉണ്ടല്ലോ, രണ്ട് ആംഗിൾ കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ്? സെൻട്രലോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? സി ആണ്. ദെൻ അതിൻ്റെ സർക്കിളോട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? C/2 ആയിരിക്കും. ദെൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുന്നത് 180 മൈനസ് C/2 ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ആർക്കിൻ്റെ കേസാണ്. ദ ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് ദ സർക്കിൾ ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് സെൻറ്റർ. സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ആ ഒരു ഇതിൽ വരിക എന്നുള്ളതാണ് നമ്മളോട് ആൾട്ടർനേറ്റ് ആർക്കിൽ വരിക എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ആർക്കിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മനസ്സിലായി. ഇവിടെ ഡി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഹാഫ് ഡി ആയിരിക്കും. ഇവിടെ സി ആണെങ്കിൽ ഇവിടെ ഹാഫ് സി ആയിരിക്കും. ആർക്കിൻ്റെ കേസ് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടിസസും സർക്കിളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടിസസും സർക്കിളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഇനി സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ എ എന്നുള്ളൊരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ബി എന്നുള്ള ആംഗിൾ ഉണ്ട്, ഇവിടെ സി എന്നുള്ള ആംഗിൾ, ഇവിടെ ഡി എന്നുള്ള ആംഗിൾ ഉണ്ട് വിചാരിച്ചു. സോ എ പ്ലസ് ബി എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ എ പ്ലസ് ബി = 180 ആയിരിക്കും. അതുപോലെ തന്നെ സി പ്ലസ് ഡി എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? എപ്പോഴും സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചുള്ള കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതേ കേസിൽ തന്നെ, അതായത് നമ്മളെ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ആ ഒരു ടോപ്പിക്കിൽ തന്നെ വരുന്നതാണ് ഒരു എക്സെപ്ഷണൽ കേസാണ്. അതായത് ഇതിലെ ഫോർത്ത് വേർട്ടെക്സ് വരുന്നത് സർക്കിളിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിൾസ്, ഇപ്പോൾ ഫോർത്ത് വേർട്ടെക്സ് വരുന്ന ആംഗിളും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. കിട്ടുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഫോർത്ത് വേർട്ടെക്സ് വരുന്നത് സർക്കിളിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലോ ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 180യേക്കാൾ കുറച്ചായിരിക്കും, 180യേക്കാൾ താഴെ ആയിരിക്കും നമുക്ക് കിട്ടുക വാല്യൂ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എങ്ങനെ? ഫോർത്ത് വേർട്ടെക്സ് സർക്കിളിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 180യേക്കാൾ കൂടുതലായിരിക്കും. ഫോർത്ത് വേർട്ടെക്സ് സർക്കിളിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 180യേക്കാൾ കുറവായിരിക്കും. ആ കൺസെപ്റ്റ് എന്ത് ചെയ്യുക? ക്ലിയർ ആയി വെക്കുക. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ടു കോഡ്സ് എന്നുള്ള ഭാഗത്തെ സെഷനാണ്. അതായത് ഇഫ് ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്തിൻ ദ സർക്കിൾ ദെൻ ദ പ്രൊഡക്ട്സ് ഓഫ് ദ പാർട്സ് ഓഫ് ടു കോഡ്സ് ആർ ഈക്വൽ. അതായത് നമുക്ക് എന്താണ്? ഒരു സർക്കിളിനുള്ളിൽ രണ്ട് കോഡ്സ് വരുന്നുണ്ട്. ഇവിടെ എ ബി ആൻഡ് സി ഡി വരുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ പാർട്സിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ
പി സി ഇൻറ്റു പി ഡി നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ, പി എ ഇൻറ്റു പി ബി ആയിരിക്കും, പി എ ഇൻറ്റു പി ബി ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് പാർട്സിൻ്റെ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് പാർട്സിൻ്റെ പ്രൊഡക്റ്റ്, അതായിരിക്കും എന്ത് വരുന്നത് ടു കോഡ്സിൻ്റെ കേസിൽ വരുന്നത്. എങ്ങനെ, ഇഫ് ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ഇൻ്റർസെക്ട് വിത്തിൻ ദ സർക്കിൾ ദെൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് ടു കോഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, ഈ ഒരു പാർട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ദെൻ അടുത്തത് ടു കോഡ്സിന് അടുത്ത് വരുന്നതാണ് എന്ത്, ദ പ്രൊഡക്റ്റ് ഓഫ് ടു പാർട്സ് ഓഫ് വിച്ച് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഹാഫ് ദ കോഡ്. അതായത് ഇതിൽ നമുക്കൊരു കോഡ് എന്താണ്, ഡയമീറ്റർ ആണ് വിചാരിക്കുക. അപ്പോൾ ഇതിൽ എ ബി എന്നുള്ളത് എന്താണ്, ഡയമീറ്റർ ആണ് വിചാരിക്കുക. സോ അതിൻ്റെ പെർപെൻഡിക്കുലർ എന്ത് ചെയ്തു, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു കോഡ് കട്ട് ചെയ്തു എങ്കിൽ എന്തായിരിക്കും, ഇവിടെ പി എ ഇൻറ്റു പി ബി, അതായത് ഈ ഡയമീറ്ററിൻ്റെ പാർട്ട് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, പാർട്സിൻ്റെ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്ററിൻ്റെ പാർട്സിൻ്റെ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, സി ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും, പി സി സ്ക്വയർ ആയിരിക്കും. അതായത് ഈ ഒരു പാർട്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും, ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഡയമീറ്റർ കേസിലാണെങ്കിൽ അങ്ങനെ, അതായത് ദ പ്രൊഡക്റ്റ് ഓഫ് പാർട്സ് ഇൻ ടു വിച്ച് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഹാഫ് ദ കോഡ്, സ്ക്വയർ ഓഫ് ഹാഫ് ദ കോഡ്. മനസ്സിലായോ? പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ ഓർ പി ഡി സ്ക്വയർ, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇതേ കേസിൽ തന്നെ എന്താണ്, സർക്കിൾ പുറത്ത് വരുന്നൊരു പോയിന്റിലോട്ടാണ് നമ്മൾ കോഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, അതിലെയും പാർട്സിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ബി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് ആ സർക്കിളിലെ ആ ഒരു നമുക്ക് കൺസ്ട്രക്ഷൻ അല്ലാത്ത പോർഷനിൽ വരുന്നത്, അതായത് നമുക്ക് പഠിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ള വരുന്നത്. ഇനി കൺസ്ട്രക്ഷൻ ഏരിയയും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൺസ്ട്രക്ഷൻസ് ആണല്ലേ. അപ്പോൾ നമ്മൾ ആംഗിൾസും അത് എങ്ങനെ വരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കൺസ്ട്രക്ഷൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയറും പൊട്രാക്ടറും കോമ്പസും യൂസ് ചെയ്തിട്ട് വരച്ചിരുന്ന സംഭവമായിരുന്നു. സോ നമ്മളിവിടെ റഫായിട്ട് വരക്കാൻ പോവാണ്, റഫായിട്ട് പറയാൻ പോവാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൽ നിന്ന് റെക്റ്റാങ്കിൾ എങ്ങനെ വരക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് ഈക്വൽ ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ എങ്ങനെ വരക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. സോ ആദ്യം നമുക്കൊരു റെക്റ്റാങ്കിൾ തരും. ഓക്കെ, ഇനി ഈ റെക്റ്റാങ്കിൾ ഈക്വൽ ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ വരക്കണം. സോ ഇതിൻ്റെ ഈ സൈഡ് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. സോ ആ സെയിം എക്സ് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, എക്സിൻ്റെ ഇത് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നമുക്ക് പുതുതായിട്ട് വരക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ സൈഡ് എന്താണോ അതെന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക നമ്മൾ. ഓക്കെ, താഴോട്ട് വരയ്ക്കുക. സോ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു പോയിന്റ് കിട്ടി. ഇപ്പോൾ നമുക്കിവിടെ 3 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ, 3 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ 3 പോയിന്റ്സ് കൂടി എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ട്രയാങ്കിൾ വരയ്ക്കുക. ദെൻ ഈ ട്രയാങ്കിളിൽ എന്ത് കണ്ടുപിടിക്കുക, സർക്കം സെൻറ്റർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ സർക്കം സെൻറ്റർ കണ്ടുപിടിക്കുക, അത് ബൈസെക്ടർ വരച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. സർക്കം സെൻറ്റർ കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുക. സോ സർക്കിൾ വരച്ചു. നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നത്, ഞാൻ റഫായിട്ട് വരച്ചിട്ടാണ്. സോ ഈ ഒരു ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് അല്ലേ, ഇതായിരിക്കും നമ്മൾ പുതുതായിട്ട് വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ മറ്റേ സൈഡ്. അതായത് നമുക്ക് ഒരു സൈഡ് നമുക്ക് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, മറ്റേ സൈഡ് എന്തായിരിക്കും, ഇതായിരിക്കും. സോ അതെന്ത് ചെയ്യുക, കോമ്പസിലെടുക്കുക, എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബാക്കി റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുക, റെക്റ്റാങ്കിളിൽ നിന്ന് ഈക്വൽ ഏരിയ വരുന്ന മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇനി നെക്സ്റ്റ് ഉള്ളത് റെക്റ്റാങ്കിളിൽ നിന്ന് എങ്ങനെ സ്ക്വയർ വരയ്ക്കുക എന്നുള്ളത്. ഒരു റെക്റ്റാങ്കിൾ വന്നു അതിന് ഈക്വൽ ഏരിയ വരുന്ന സ്ക്വയർ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. സോ അത് ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഈ സൈഡ് എക്സ് എന്ന് കൊടുത്തു, ആ സൈഡ് എന്ത് ചെയ്തു, ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, അത് ബൈസെക്ടർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. സോ ബൈസെക്ടർ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു, മിഡ് പോയിന്റ് കിട്ടി. ദെൻ എന്ത് വരയ്ക്കാം, നമ്മൾ സെമി സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ സെമി സർക്കിളിലോട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പുതിയ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടും. സോ ആ ലെങ്ത് എന്ത് ചെയ്യുക, കോമ്പസിലെടുക്കുക. ദെൻ നമ്മൾ ഈ സൈഡിലോട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ദെൻ വീണ്ടും കോമ്പസിൽ എടുത്തിട്ട് 2 ആർക്ക് വരച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ഏരിയ വരുന്ന സ്ക്വയർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അത് വരയ്ക്കുമ്പോഴൊക്കെ കൺസ്ട്രക്ഷൻ നമുക്ക് വരുന്നതാണ്. ദെൻ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. സ്ക്വയറിന് എങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കാം, അതായത് സ്ക്വയർ ഈക്വൽ ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ എങ്ങനെ വരയ്ക്കാമെന്ന് സ്ക്വയറിൽ നിന്നും. സോ നമ്മൾ ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ഒരു സ്ക്വയർ തന്നിട്ടുണ്ടാവും. ദെൻ വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡും തന്നിട്ടുണ്ടാവും. സോ ആ സൈഡ് എന്ത് ചെയ്യുക, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിക്കുക. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യിക്കുക. ഇപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ ആണ് വിചാരിക്കുക, നമുക്ക് വരയ്ക്കാൻ പോകുന്ന പുതിയ റെക്റ്റാങ്കിളിൻ്റെ സൈഡിൽ നിന്ന് വിചാരിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഈ സ്ക്വയറിൻ്റെ ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു ലൈന് നമ്മൾ എന്ത് വരയ്ക്കുക, പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതായത് സ്ക്വയറിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് വരയ്ക്കുക, പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഇത്രയും ലെങ്ത്, ഈ ഒരു ലെങ്ത് എടുക്കുക. ഈ ലെങ്ത് കോമ്പസിലെടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ താഴേക്കൊരു ലൈന് വരയ്ക്കുക. സോ അതിലെന്ത് ചെയ്യുക, ആ കോമ്പസിലെടുത്ത ആ ലെങ്ത് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. സോ ആ ലെങ്ത് ആയിരിക്കും എന്ത് വരിക, നമുക്ക് പുതുതായിട്ട് വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ മറ്റേ സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ലെങ്ത് കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമ്മളെ പുതിയ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കുക, അതായത് ഈക്വൽ ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കുക.
സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സർക്കിൾസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. താങ്ക്